നമസ്കാരം. എൻ്റെ അമ്മാവന്മാരെയും അമ്മായിമാരെയും മുള്ളിത്തെറിച്ച ബന്ധുക്കളെയൊക്കെ ചേർത്തിട്ട് ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങി എന്തിനാണെന്ന് അറിയാവോ? ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനാണ്. അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞു. കേട്ട ഉടനെ സുമ്മാ അതറതില്ലേ? നിങ്ങളൊക്കെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതി ആ കല്യാണം അത് നടന്നിരിക്കുന്നു. ഞാൻ എങ്ങനെ ഉണ്ടെന്ന് വിളിച്ചു ചോദിച്ച പല പെണ്ണു വീട്ടുകാരോടും ഞാനൊരു ആഗോള തീവ്രവാദിയാണെന്ന് വരെ നിങ്ങൾ പറഞ്ഞു പരത്തി. ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, അത് സിംഗിൾ വ്യൂ ആയിട്ട്. ഒരു തവണ കൂടി കാണാൻ നീയൊക്കെ കൊതിക്കും കേട്ടല്ലോ. ബൈ. എനിക്ക് വല്ലാത്ത പേടിയാവുന്നു. പേടി മാത്രമല്ല വീണ, എനിക്ക് മനസ്സിലാവും നീ ഭയങ്കര സെൻസിറ്റീവാ. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. നോക്ക്, നമ്മുടെ വിഷമം ആരെങ്കിലും കണ്ടായിരുന്നോ? ശരിയാണ്, പക്ഷെ ഇയാൾക്കൊന്നും അറിയില്ലല്ലോ. വീണേ, ഇത് നമ്മുടെ ലൈഫിൻ്റെ കാര്യമാണ്. നോക്ക്, നീ ഇപ്പോൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. എല്ലാം നമ്മൾ പറഞ്ഞ പോലെ കേട്ടോ. എടാ, ഫസ്റ്റ് നൈറ്റ് ഒന്നും നടന്നില്ല. അവള് ബസ്സിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. എടാ, നിങ്ങൾക്ക് ഫസ്റ്റ് നൈറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ സ്ലീപ്പർ ബസ്സിൽ നിങ്ങളെ കയറ്റിട്ട് കാറിൽ നമ്മളിങ്ങ് പോതേ. അല്ല വിനോദേ, നിനക്ക് ഇത്ര തിരക്ക് പിടിച്ച് വേണ്ട വല്ല കാര്യമുണ്ടോ? 2 ദിവസം ലീവ് ചോദിച്ചാൽ മാനേജർ തരുമല്ലോ. എടാ, ഞാൻ ആ തെണ്ടി മാനേജറോട് ചോദിച്ചതാ, ഒരു ദിവസമെങ്കിലും നീട്ടി തരുമെന്ന്. അങ്ങനെ തന്നില്ലടാ. പോട്ടെ, ഇനിയിപ്പം ഫസ്റ്റ് നൈറ്റ് അല്ലേ പോയിട്ടുള്ളൂ. ഫസ്റ്റ് ഡേ കിടക്കുമല്ലേ, എന്നെക്കൊണ്ട് പറ്റും. ഞാൻ വിളിക്കാം. ആ കണ്ണ് കാണിക്കരുത്. വിചാരിച്ചാണ്. അതെ, നാളെ ജോലിക്ക് ജോയിൻ ചെയ്യണം. ഞാൻ തനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പേ. ദാ, ഒരു കാഞ്ചീപുരം പട്ട്, ഒരു നെക്ലസ്, പിന്നെ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ തന്നതാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഒരു വള. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ. എനിക്കിതെങ്ങനെ പറയണമെന്ന്, ഞാൻ ചെയ്യുന്നത് ക്രൂരതയാണെന്നറിയാം, പക്ഷെ എന്താടോ പറ. I'm a lesbian. എൻ്റെ ഇഷ്ടമില്ലാതെ ഈ കല്യാണം നടത്തിയത്. ഞാൻ ഒരാളായിട്ട് ഇഷ്ടത്തില്ല. ആള് 3-4 മാസമായിട്ട് ബോംബെയില ജോലിയുടെ ട്രെയിനിങ്ങിന് വേണ്ടി പോയതാ. അവൾ ട്രെയിനിങ്ങിന് പോയ സമയത്ത് അമ്മ ഞങ്ങളുടെ കാര്യം അറിയുന്നത്. ഒന്ന് ചിന്തിക്കാൻ പോലും സമയം തരാതെ ഈ കല്യാണം നടത്തിയത്. അവളിവിടെ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൾ 3-4 ദിവസത്തിനുള്ളിൽ വരും. വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോവാനാ തീരുമാനിച്ചേക്കുന്നത്. എന്നോട് ക്ഷമിക്കണം, വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട്. നീ അവളോട് എന്ത് പറഞ്ഞു? ഞാൻ എന്തോ പറയാനാടാ. പറയാനുള്ളതേ ആ തള്ളയോട്, അവളുടെ അമ്മയോടാ പറയണ്ടേ. നമ്മളന്ന് പെണ്ണ് കാണാൻ പോയപ്പോഴേ അച്ഛനില്ലാത്ത മക്കളെ വളർത്തി പഠിപ്പിച്ചു, അതാക്കി ഇതാക്കി. എന്തോ ഒരു തള്ളല്ലേ തള്ള തള്ളിയത്. അവരോട് എന്നെ ചോദിക്കണം. വന്നേ. എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും ഒരാളുടെ ജീവിതങ്ങൾ എല്ലാവരും നശിപ്പിച്ചേ. അതിലെന്ത് ന്യായീകരണം പറയാനുള്ളത്? ന്യായീകരണമൊന്നുമില്ല. പിന്നെ കല്യാണമൊക്കെ കഴിയുമ്പോൾ ശരിയാകുമെന്നാ വിചാരിച്ച്. കല്യാണം കഴിഞ്ഞിട്ട് എന്തോ ശരിയാവാനാ? ഒന്ന് പറഞ്ഞേ. മോൻ ഇപ്പോഴത്തെ കാലത്ത് കല്യാണത്തിന് മുമ്പ് പ്രേമമൊക്കെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ബെസ്റ്റ്. എടാ, ഇതിനുള്ള മറുപടി നീ പറയണോ അതോ ഞാൻ പറയണോ? അമ്മേ, കല്യാണത്തിന് മുമ്പ് ഒരു പ്രേമം ഉണ്ടാകുന്ന അത്ര വലിയ തെറ്റൊന്നുമല്ല. പക്ഷെ ഇതങ്ങനെയാണോ അമ്മേ?
അമ്മേ, അമ്മയുടെ മോക്ക് ആണുങ്ങളോട് താല്പര്യമില്ല. അത് അമ്മയ്ക്ക് നേരത്തെ അറിയായിരുന്നല്ലോ. മോനെ അതൊക്കെ പ്രായത്തിൻ്റെ ഒരു ബുദ്ധിമോശാ. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ മാറിക്കോളും. അമ്മ ഇതൊക്കെ ബുദ്ധിമോശമാണെന്ന് പറയുന്ന ആദ്യം ഒന്ന് നിർത്ത്. അമ്മ ഒരു പെണ്ണിനെ കൊണ്ട് കെട്ടിച്ചു കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും അമ്മ ഓക്കെ ആവുമോ? സ്വന്തം സെക്ഷുവാലിറ്റി ഹൈഡ് ചെയ്ത് വിങ്ങി വിങ്ങി ജീവിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാമെന്നറിയാവോ? സ്വന്തം മോളെ ലോകത്ത് മറ്റാരും മനസ്സിലാക്കിയില്ലേലും പെറ്റമ്മയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. എന്തായാലും എൻ്റെ ഭാര്യയല്ലേ, ഞാൻ നോക്കിക്കോളാം. സ്റ്റെല്ല വന്നു. ഞങ്ങൾ പോവാണ്. അകത്തേക്ക് വരും. എനിക്ക് വീണയോടൊന്ന് സംസാരിക്കണം. സി, അവളിപ്പോൾ തന്നെ വല്ലാത്തൊരവസ്ഥയില. ദയവ് ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അയ്യോ, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നതല്ല. എനിക്കൊരു 2 മിനിറ്റ് അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചാൽ മതി. ഞാൻ ബുദ്ധിമുട്ടിക്കാനൊന്നും വന്നതല്ല. നമ്മുടെ ഡിവോഴ്സിൻ്റെ കാര്യമൊക്കെ ഞാൻ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട്. മ്യൂച്വലാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൂടെ ആയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്രീ ആവാമല്ലോ. പിന്നെ ഞാൻ വന്നത് എനിക്കൊരു കാര്യം, ഞാൻ കെട്ടിയ ആ താലി ഒന്ന് അഴിച്ചു തരൂ. താൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമല്ലേ, അതിൻ്റെ ആവശ്യം ഇനിയില്ലല്ലോ. ഒരു കാഞ്ചീപുരം പട്ട്, പിന്നെ ഒരു നെക്ലസ്, പിന്നെ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ തന്നതാണ് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാനായിട്ട്.